കഴിഞ്ഞ 1400 വർഷങ്ങളായി മാനവ സമൂഹത്തെ ചിന്തിക്കാനും ശാസ്ത്രാവബോധത്തോടെ വളരാനും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ് വപ്പ്. എങ്ങനെ വേണം മനുഷ്യൻ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത്, അവിടെ കാല് കുത്തേണ്ടത് ഏത് കാലാണ് ആദ്യം കുത്തേണ്ടത്, അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് മലമൂത്രശങ്ക അനുഭവപ്പെടുമ്പോഴേ ഒരു മലക്ക് അവിടെ വന്നിരിക്കും. അങ്ങനെ മലക്കിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഇരുന്ന് വേണം നമ്മൾ ഈ ദിനകൃത്യങ്ങൾ ചെയ്യാൻ. മലക്കിനെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുകയാണ്. ഈ പോലീസുകാരെ പെറ്റി പിരിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പോലെ മലക്ക് ടോയ്ലറ്റിൽ വന്ന് നിൽക്കും. അങ്ങനെ ഈ ടോയ്ലറ്റ് ശാസ്ത്രം മുതൽ ഇങ്ങോട്ട് മനുഷ്യജീവിതത്തിലെ മിക്കവാറും കാര്യങ്ങളെല്ലാം ഇസ്ലാമിലുണ്ടെന്നാണ് കേൾക്കുന്നത്. നല്ല കാര്യം. ഏതായാലും ഒരു ബന്ധവുമില്ലാത്തൊരു പുരുഷനെ തൻ്റെ സഹോദരനാക്കാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രീയ വഴി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു സ്ത്രീ സഹോദരനാക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന് മുലയൂട്ടുക എന്നതാണ്. മുലയൂട്ടുക എന്ന് പറയുമ്പോൾ അത് പ്രായപൂർത്തിയായൊരു സ്ത്രീ പരിചിതനല്ലാത്ത അല്ലെങ്കിൽ പ്രായമുള്ള ഒരു യുവാവിന് മുലയൂട്ടുക വഴി അത് ശരിയായൊരു നടപടിയല്ല എന്ന് കണ്ടുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച മുഹമ്മദ് ഈസ ഇസ്ലാമിക സമൂഹത്തിന് ഒരു സ്പൂണ് സമ്മാനിച്ചതും ഞങ്ങളത് വിശകലനം ചെയ്തൊക്കെ നിങ്ങൾ കേട്ടതാണ്. നമ്മൾ ഹദീസൊന്നും വായിച്ചിട്ട് മുലയൂട്ടലുണ്ട്, പക്ഷേ ഈ സ്പൂണില്ല. അങ്ങനെ മനുഷ്യൻ ജീവിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഇസ്ലാമിൻ്റെ ചില ശാസ്ത്ര സത്യങ്ങൾ ഞാൻ ഈ ഘട്ടത്തിൽ ഒന്ന് ബോധ്യപ്പെടുത്താം. ഇത് കേൾക്ക വഴി നല്ല ശാസ്ത്രാവബോധമുള്ളവരായിട്ട് നിങ്ങൾക്കൊക്കെ വളരാൻ ഇത് കാര്യമായി തീരട്ടെ എന്നും ആശംസയോടെ പ്രമുഖ ഇസ്ലാമിക ചിന്തകൻ 6 പ്രധാന ഹദീസുകൾ എഴുതിയ ഹദീസ് പണ്ഡിതന്മാരിൽ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളിൽ വളരെ ശ്രേഷ്ഠന്മാരുടെ ഒപ്പം നിൽക്കുന്ന ബുഖാരിക്കും മുസ്ലിമിനൊപ്പം നിൽക്കുന്ന തിർമിദിയുടെ ചില ഹദീസുകളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ആദ്യം അതിൽ തിർമിദി പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മുഹമ്മദിന് ഇഷ്ടമുള്ളത് അത്തറും പെണ്ണുമാണെങ്കിൽ തിർമിദി പരിചയപ്പെടുത്താനനുസരിച്ച് നമ്മളുടെ അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് വിശകലനം ആരംഭിക്കാം. അബൂ ഹുറൈറയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, തുമ്മൽ അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്, കോട്ടുവ പിശാചിൽ നിന്നും. നിങ്ങളിൽ ആരെങ്കിലും കോട്ടുവ ഇട്ടാൽ തൻ്റെ കൈകൊണ്ട് വായ മറയ്ക്കട്ടെ. അവൻ ആഹ് ആഹ് എന്ന് പറയുമ്പോൾ പിശാച് ഉള്ളിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു തുമ്മുന്നവനെ ഇഷ്ടപ്പെടുകയും കോട്ടുവ ഇടുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു. ഒരാൾ കോട്ടുവ ഇട്ട് ആഹ് ആഹ് എന്ന് പറയുമ്പോൾ പിശാച് ഉള്ളാലെ ചിരിക്കും. സുനനു തിർമിദി ബുക്ക് നമ്പർ 41, ഹദീസ് നമ്പർ 2747. അള്ളാഹുവിനേറെ ഇഷ്ടം മനുഷ്യൻ തുമ്മുന്നതാണെങ്കിൽ, എനിക്ക് അല്പം അലർജിയുള്ള ഒരാളാണ്. ചില നേരം ഈ തുമ്മൽ വന്നാൽ വലിയ പ്രയാസമാണ്. അപ്പോൾ അള്ളാഹു എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഈ ഇഷ്ടം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പം ഇതുവരെ അറിഞ്ഞിരുന്നത് മനുഷ്യന് പ്രകൃതിയിലുള്ള പലതരം വസ്തുക്കളോടുള്ള അലർജി നിമിത്തം തുമ്മുന്നു എന്നാണ്. അത് ഗ്രഹിച്ചതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ പിടികിട്ടുന്നത് ഈ കോട്ടുവ പിശാചിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യവും തുമ്മുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ്. അല്ലെങ്കിൽ തന്നെ അള്ളാഹു പരമകാരുണ്യവാനാണല്ലോ.
പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നെപ്പോലെ അള്ളാഹുവിനെ വിമർശിക്കുന്ന ഒരാളോട് ഇങ്ങനെ തുമ്മലയച്ചയച്ച് ഇത്രയും സ്നേഹം കാണിക്കാൻ ഞാൻ എന്തുള്ളൂ? ഒരു സാധാരണ മനുഷ്യൻ, ഒരു വലിയ അള്ളാഹു വിമർശകൻ, പക്ഷേ തുമ്മലിനൊരു കുറവില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം ഇതാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഈ കാര്യം ചെയ്യുന്ന മുസൽമാൻ്റെ അവസ്ഥയൊന്ന് ഓർത്തേ. അവന് ട്രീറ്റ് ചെയ്യുന്ന മോശമല്ലേ? അവൻ പോയിട്ട് ഏതെങ്കിലും അലർജി ക്ലിനിക്കിൽ ചെന്ന് ട്രീറ്റ് ചെയ്യുന്നതും ഒരു മുസ്ലിം ഡോക്ടർ അലർജിക്ക് ചികിത്സിക്കുന്നതും അള്ളാഹുവിൻ്റെ പ്രവൃത്തിക്ക് വിപരീതമാണ്. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് തുമ്മൽ. മറ്റൊരു കാര്യം, കോട്ടുവായുടെ ശാസ്ത്രമാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് ഉറക്കം ലഭിക്കാതെ ക്ഷീണിതാവസ്ഥയിൽ ശരീരമാസകലം ക്ഷീണത്തിന് വിധേയമായി പതുക്കെ ഉറക്കത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഉറക്കത്തിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് കോട്ടുവ ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, അങ്ങനെയല്ല. ഇടയ്ക്ക് പിശാചിനൊന്ന് ചിരിക്കണമെന്ന് തോന്നും. അയാൾ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് ആഹ് ആഹ് എന്ന് വെക്കുമ്പോഴാണ് ഈ കോട്ടുവ ഉണ്ടാകുന്നത്. കൊള്ളാം. ഈ തിർമിദി എന്ന് പറയുന്ന ആൾ 824 AD ആണ് അദ്ദേഹത്തിൻ്റെ കാലം. അദ്ദേഹം ഈ ബുഖാരിയുടെ ഒരു ശിഷ്യനാണ്, മുസ്ലിമിൻ്റെ ശിഷ്യനാണെന്ന് തോന്നുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ തിർമിദ എന്ന സ്ഥലത്തിൽ നിന്ന് പുറപ്പെട്ട് പലയിടങ്ങളിലൂടെ ഊടാടി സഞ്ചരിച്ച് ഒട്ടേറെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ശേഖരിച്ച് അദ്ദേഹം തൻ്റെ ഗുരുക്കന്മാരിൽ പ്രധാനിയായ സ്വഹീഹ് ബുഖാരിയുമായി സംസാരിച്ച് ബുഖാരിയിൽ നിന്ന് ചിലത് പഠിച്ച് തനിക്കുള്ള ചിലത് ബുഖാരിയെയും പഠിപ്പിച്ച് അങ്ങനെ പോയ ഒരാളാണ്. അപ്പോൾ ഇവരുടെ ഈ ത്യാഗസന്നദ്ധതയെ ഇസ്ലാമിക ലോകം പ്രശംസിക്കാറുണ്ട്. പക്ഷേ ഈ മഹാരഥന്മാർ കഷ്ടപ്പെട്ട് നേടിയ, ആർക്കും ഇതുവരെ ആഴങ്ങൾ വ്യക്തമാകാത്ത വലിയ നിധികളാണ് ഈ ഹദീസുകൾ. കാരണം തുമ്മലിനെക്കുറിച്ചും കോട്ടുവായെക്കുറിച്ചും ഒരു തടസ്സമില്ലാതെ ഇവിടെ വ്യക്തമാക്കാണ് കാര്യങ്ങൾ. തുമ്മൽ ഇസ്നോഫീലിയ പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിമിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നേ, അലർജി. അപ്പോൾ ഇതിന് അങ്ങനെയൊന്നുമല്ല കാര്യം. അള്ളാഹു ഒരല്പം സ്നേഹം കാണിക്കുമ്പോൾ പുള്ളിക്ക് തുമ്മുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം തുമ്മലോ ഇഷ്ടമാണ്, കോട്ടുവായോ അത് പിശാചിൻ്റെയാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഈ കോട്ടുവ തുമ്മലാക്കി കൺവേർട്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? നമ്മൾ ചെക്ക് ക്യാഷായിട്ട് മാറ്റുന്നത് പോലെ ഒന്ന് മാറ്റിയെടുക്കാനൊരു വഴിയുണ്ടോയെന്നാണ് ഇനിയുള്ളൊരു കാലത്ത് ചിന്തിക്കേണ്ടത്. അപ്പോൾ പിശാച് ചിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വരും. മറിച്ച് ഇതൊന്ന് തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി നമ്മുടെ അള്ളാഹുവോ മുഹമ്മദോ നിർദ്ദേശിച്ചതായിട്ട് അറിയില്ല. ഏതായാലും തിർമിദി കഷ്ടപ്പെട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചത് ഭയങ്കരമാണ്. ബുഖാരിയാണെങ്കിൽ 10-40 കൊല്ലം കല്യാണം പോലും കഴിക്കാതെ അങ്ങ് സമർക്കണ്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഈ 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് അറേബ്യൻ പെനിൻസുല മുഴുവൻ കറങ്ങി മുഹമ്മദിനെ കണ്ടവരെ കണ്ട് മുഹമ്മദ് പറഞ്ഞത്, സംസാരിച്ചത്, ചെരുപ്പിട്ടത്, കാപ്പി കുടിച്ചത്, ഭാര്യമാരുടെ വീടുകളിൽ പോയത്, ഇവയെല്ലാം കൂടെ ചോദിച്ചറിഞ്ഞ് എഴുതി. അപ്പോൾ അങ്ങനെ മനുഷ്യരാശിക്ക് ഏറെ പ്രയോജനമുള്ള ചില അറിവുകൾ നമുക്ക് കിട്ടി. അതിലെ ഒരറിവാണ് ഇസ്ലാമിലെ ഈ തുമ്മൽ ശാസ്ത്രം. ഞാനിത് വിശദീകരിക്കുമ്പോൾ ഇസ്ലാമിക സഹോദരന്മാരുടെ ചില കമൻറ്റുകൾ താഴെ കാണാറുണ്ട്. ആ കമൻറ്റിൽ നമ്മൾ കള്ളം പറയുന്നതാണ്. അതിനാണ് കൃത്യമായി ഹദീസ് ഞങ്ങളിങ്ങനെ പ്രദർശിപ്പിച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹദീസിലേക്ക് പോകാം. അതും സുനനു തിർമിദിയുടെ തന്നെ ഹദീസാണ്. അത് അധ്യായം 30, ഹദീസ് നമ്പർ 2144. ശ്രദ്ധിക്കുക. സുനനു തിർമിദി ബുക്ക് നമ്പർ 30, ഹദീസ് നമ്പർ 2144. ഇബ്നു മസ്ഊദിൽ നിന്ന് പ്രവാചകൻ ഞങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു വസ്തുവും മറ്റൊന്നിനെ പകർത്തുകയില്ല. അപ്പോൾ ഒരു ഗ്രാമീണ അറബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ലിംഗാഗ്രത്തിൽ ചൊരുരോഗം പിടിച്ചൊരു ഒട്ടകത്തെ നാം ആലയിൽ പ്രവേശിപ്പിക്കുകയും അത് ആലയിലെ മറ്റൊട്ടകങ്ങൾക്കൊക്കെ ചൊറി പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആദ്യം രോഗം പിടിപെട്ട ഒട്ടകത്തിന് ആരാണ് ചൊറി പിടിപ്പിച്ചത്?
രോഗപ്പകർച്ചയോ വയറിനെ ബാധിക്കുന്ന പകർച്ചവ്യാധിയോ ഇല്ല. അള്ളാഹു എല്ലാവരെയും സൃഷ്ടിക്കുകയും ഓരോന്നിൻ്റെയും ജീവകാലവും അന്നവും അതിനെ ബാധിക്കുന്ന ആപത്തുകളും രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യം, രോഗപ്പകർച്ച എന്നൊന്നില്ല. അപ്പോൾ സാധാരണ ഒരു കാട്ടറബി അവിടെ നിന്നോട് ചോദിച്ചു, റസൂലേ അങ്ങനെയാണെങ്കിൽ ഇതേ ഒട്ടകത്തിൽ പിടിച്ച രോഗം അതിങ്ങനെ അടുത്തടുത്ത ഒട്ടകത്തിലേക്ക് പകരുന്നു. ആ പകരുന്ന സ്ഥിതിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. അങ്ങനെയാണെങ്കിൽ ഈ ഒട്ടകത്തിന് രോഗം പകർന്നതും പകർച്ചവ്യാധി ആയിരിക്കുമല്ലോ. ആദ്യം പിടിച്ച ഒട്ടകത്തിന് എവിടെ നിന്ന് കിട്ടി? ഭയങ്കര ചിന്തയായിപ്പോയി. അപ്പോൾ പകർച്ചവ്യാധി ഇല്ല. ഇപ്പം നമ്മുടെ സംശയം അതല്ല, പകർച്ചവ്യാധി ഇല്ലെങ്കിൽ എന്തിനാണാവോ ഈ പണ്ഡിതന്മാർ മാസ്ക് വെച്ചുകൊണ്ട് നടന്ന കഴിഞ്ഞ കാലങ്ങളിലല്ല? ഈ പണ്ഡിതന്മാരെന്തിനാണാവോ പകർച്ചവ്യാധിക്കെതിരെ അതിശക്തമായി രംഗത്ത് വന്നത്? അവരുടെ ഡോക്ടേഴ്സ് എന്തിനാണാവോ ഇതേക്കുറിച്ച് ബോധവൽക്കരിച്ചത്? പകർച്ചവ്യാധിയുടെ ഒരു ഭീതിജനകമായ അവസ്ഥയിൽ ലോകം പോയപ്പോൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളിലും COVID-19 പ്രതിസന്ധി കാലത്ത് ഈ മുസ്ലിം പണ്ഡിതന്മാർക്കൊരു ഉത്തരവിറക്കിക്കൂടായിരുന്നോ? പകർച്ചവ്യാധി ഒന്നൊന്നില്ല. എനിക്കൊന്ന് മോഹനം വൈദ്യരില്ലേ, പരേതനായ മോഹനം വൈദ്യരും വടക്കഞ്ചേരിയൊക്കെ ഇങ്ങനെയുള്ള ചില ശാസ്ത്രമാണ് ലോകത്തോട് പറയുന്നത്. അവരൊരു പക്ഷേ ഖുർആൻ വായിച്ച് കാണും. അപ്പോൾ വൈറസ് ഇല്ലെന്നൊക്കെയാണ് മോഹനം വൈദ്യർ പറയുന്നത്. ഏതായാലും ഇത് ഭയങ്കരമായിപ്പോയി. പകർച്ചവ്യാധി എന്നൊന്നില്ല ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ. മുഹമ്മദ് വളരെ ഖണ്ഡിതമായി പറയുന്നതാണ്. ഇവിടെയാണ് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ന്യൂറോ സർജന്മാരൊക്കെ ഉണ്ടല്ലോ ഇസ്ലാമിൽ. ഇവരുടെ അഭിപ്രായം എന്താ? ലക്ഷക്കണക്കിന് ഡോക്ടർമാർ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ കോട്ടുപാല സക്കീർ നായിക് ഉണ്ടല്ലോ. എന്താണാവോ ഈ സക്കീർ നായിക്കിൻ്റെ അഭിപ്രായം? സക്കീർ നായിക്കിൻ്റെ മാനസപുത്രൻ MM അക്ബർ സാഹിബ് ഉണ്ടല്ലോ, പകർച്ചവ്യാധി ഉണ്ടോ? അക്ബർ സാഹിബ് പറയുന്നത് ഏത് വൃത്തികെട്ട കാര്യം ആയിക്കൊള്ളട്ടെ, ചെയ്തത് മുഹമ്മദ് ആണെങ്കിൽ അതിലൊരു ശരിയുണ്ടെന്നാണ്. വിവരദോഷമാണെങ്കിലും പറഞ്ഞത് മുഹമ്മദ് ആണെങ്കിൽ അതിലൊരു ശരിയുണ്ട്, നമുക്ക് ടിക്കിട്ട് പോകാം, ശരിയിട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഓൾ പാസ് കൊടുത്ത് മുഹമ്മദിനെ പാസ്സാക്കി വെച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ബാലുശ്ശേരി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല താല്പര്യം. അദ്ദേഹം മറ്റു ചില വിഷയങ്ങളിലാണ്, ശാസ്ത്രമല്ല. ശാസ്ത്രം ഇടയ്ക്ക് കൈകാര്യം ചെയ്യും, ഇസ്ലാമിക ചിന്തകന്മാരല്ലേ, ശാസ്ത്രം കൈകാര്യം ചെയ്തിരിക്കുമോ? ഏതായാലും ഇത് പകർച്ചവ്യാധിയില്ല എന്നുള്ള ഇസ്ലാമിക ശാസ്ത്രം ലോകത്തെവിടെങ്കിലും വിവരമുള്ള ഏതെങ്കിലും മനുഷ്യൻ, ഈ മനുഷ്യൻ പോലും പറഞ്ഞു, ഇവിടെ കാട്ടറയിൽ നിന്നോണ്ടായി സംസാരിക്കുന്നത്, റസൂലേ ഈ വിഡിത്തം കേട്ടിട്ട് അദ്ദേഹം പറയുക, റസൂലേ ഇവിടെ ഒട്ടകങ്ങളുണ്ടല്ലോ, ആ ഒട്ടകത്തിന് രോഗം പിടിച്ചല്ലോ, ആ രോഗം പിടിപെട്ട ഒട്ടകങ്ങൾ അടുത്തെറിഞ്ഞ് രോഗം പകർത്തില്ലേ? അദ്ദേഹം പറഞ്ഞ ഒന്നുമില്ല. അതിൻ്റെ കാരണം ആദ്യം പിടിപെട്ട ഒട്ടകത്തിന് അപ്പോൾ എങ്ങനെ കിട്ടിയേ? ഉത്തരം നമുക്കുണ്ടോ? കോഴിയാണോ കോഴിമുട്ട ഉണ്ടായെന്നൊരു ചോദ്യം പോലെ ഒരു വല്ലാത്ത ചോദ്യമാണ്. ഭയങ്കര തത്വജ്ഞാനിയല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞ, ഞാൻ അറിവാണ്, അറിവിൻ്റെ നഗരമാണ്, ആ നഗരത്തിലേക്കുള്ള വാതിൽ അലിയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവമാണ്. ഇത്തരം അറിവുകൾ ഭയങ്കരമാണ്. ഇങ്ങനെ ഒട്ടേറെ അറിവുകളുണ്ട് മുഹമ്മദിന്. ഏതായാലും നമ്മൾ തൽക്കാലം ഈ പകർച്ചവ്യാധി വിഷയം അങ്ങ് വിടുന്നു. കാരണം വേറെ എണ്ണം കൂടെ ഉള്ളതുകൊണ്ടാണ്. 1-2 പോയിന്റിലേക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ അടുത്ത വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കൊമ്പുവെക്കൽ എന്നൊരു പ്രാകൃത ചികിത്സാ രീതി മുഹമ്മദ് ചെയ്യുമായിരുന്നു. ശരീരത്തെവിടെയോ ദൂഷിച്ച രക്തം കിടക്കുന്നു, ആ ദൂഷിച്ച രക്തം ഞരമ്പ് ഒക്കെ കട്ട് ചെയ്തിട്ട് പുറത്ത് കളയുന്ന ഒരു പ്രാകൃത അറേബ്യൻ ചികിത്സാ രീതി ഇപ്പോഴും നോർത്ത് ഈസ്റ്റിലുമൊക്കെ പലയിടങ്ങളിലും ഈ ചികിത്സാ രീതി ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആധുനിക പഠനങ്ങൾ ഈ ശരീരത്തിലെ ദൂഷിച്ച രക്തം കളയുന്നു എന്ന് പറയുന്ന ഈ രീതിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അട്ടയെ കൊണ്ട് കടിപ്പിച്ച് ഈ ദൂഷിച്ച രക്തം പുറത്തെടുത്ത് കളയുക, വെരിക്കോസ് വെയിനൊക്കെ ഇങ്ങനെ ചികിത്സ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ശുദ്ധാബദ്ധമാണ്. അല്ല, ഇദ്ദേഹത്തിന് എവിടെ അങ്ങനെ മനസ്സിലാകുന്നത് ഇന്ന ഇത്രയിടത്താണ് ദൂഷിച്ച രക്തം കിടക്കുന്നത് അങ്ങനെ മനസ്സിലായത്? അപ്പോൾ ദൂഷിച്ച രക്തം കളയുന്നതിന് വേണ്ടി കൊമ്പ് വെക്കുക എന്ന ഒരു പ്രാകൃത ചികിത്സാ രീതി, അത് ഞാൻ വായിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 79, ഹദീസ് നമ്പർ 1871. ഇബ്നു അബ്ബാസിൽ നിന്ന് രോഗശമനം 3 കാര്യങ്ങളിൽ നിലകൊള്ളുന്നു. 1 തേൻ കുടിക്കുക, 2 ദൂഷിച്ച രക്തം കൊമ്പ് വെച്ച് കളയൽ, ചൂടുവെക്കൽ. 3 കാര്യങ്ങൾ കൊണ്ട് രോഗശമനം ഉണ്ടാകാമെന്നാണ്. വാസ്തവത്തിൽ ഇതൊക്കെ മനുഷ്യൻ അവലംബിക്കുന്നത് പോലും ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയാണ്.
അപ്പോൾ ഇത് രോഗസൗഖ്യത്തിൻ്റെ കാര്യമായിട്ട് പറഞ്ഞിട്ട് ഒരു വിലക്കെന്താന്ന് കേട്ടോ. എൻ്റെ സമുദായത്തെ ചൂട് വെക്കുന്നതിൽ ഞാനിതാ തടയുന്നു. ശരീരത്തെ ചൂട് വെക്കുന്നതിനെ മുഹമ്മദ് എന്തിന് തടയുന്നു എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇദ്ദേഹത്തിന് വാസ്തവത്തിൽ എന്താ പറ്റിയേ? മനുഷ്യരത്ത് ചൂട് വെക്കുക, നമ്മൾ ഇൻഹീലറൊക്കെ എടുക്കുമല്ലോ, ഇതേപോലെ ചൂട് ശരീരത്തിന് നൽകുന്ന ഏതെങ്കിലും തരത്തിലെ ചികിത്സ എൻ്റെ സമുദായത്തിന് ഞാൻ വിലക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇദ്ദേഹത്തിന് എന്താ സുഹൃത്തായി പറ്റിയത്? നിങ്ങൾ ശാസ്ത്രമാ, ഭയങ്കര ചിന്തകനാ, അറിവിൻ്റെ ആഴമാ എന്നൊക്കെ പറഞ്ഞിട്ട് കൊമ്പ് വെക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഈ കൊമ്പ് വെച്ച് രക്തം കുടിച്ച ഒരുത്തന് രോഗശാന്തി ഉണ്ടായി എന്ന് പറയുന്നു. അത് താരിഖുൽ ഇസ്ലാമിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേട്ടാൽ തന്നെ നമുക്ക് ഓക്കാനം വരുന്ന തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട് മുഹമ്മദുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, മുഹമ്മദിൻ്റെ മൂത്രം ഒരു സ്ത്രീ അറിയാതെ കുടിച്ചു. മൂത്രം ഒരു കുടത്തിനകത്ത് പുളി ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ മൂത്രം വീട്ടിൽ കുടത്തിൽ ഒഴിച്ചു വെക്കുന്നത് നമുക്കറിയില്ല. ശുചിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമോളം വലിയ മതമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ കുടത്തിൽ മൂത്രം ഒഴിച്ചകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ വെള്ളമാണെന്ന് കരുതി ഇതെടുത്ത് കുടിച്ചു. പിന്നെ അറിഞ്ഞത് മൂത്രമാണ്. പിറ്റേന്ന് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇവള് പറഞ്ഞിട്ട് പറയാണ്, വയറുവേദന മാറി ഇത് കുടിച്ചപ്പോൾ. എന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് നീ സ്വർഗപ്രാപ്തി കൈവരിച്ചു എന്ന് പറഞ്ഞ് മുഹമ്മദ് ചിരിച്ചു. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലാനുള്ള ഓരോ വഴികൾ കണ്ടില്ലേ, ഭയങ്കര ചിന്തകളാണ്. ഈ അനസിനെ സംബന്ധിച്ചിടത്തോളം അനസിന് ഈ മുഹമ്മദ് അനസിൻ്റെ ജീവിതത്തിലെ അടങ്ങാത്തൊരാഗ്രഹമുണ്ടായിരുന്നു, വലിയൊരാഗ്രഹം. അനസിൻ്റെ ആ വലിയ ആഗ്രഹം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കാനം വരും, എങ്കിലും ഞാൻ പറയാതിരിക്കാൻ തരയില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടല്ലോ. ഭക്തി സഹിതമായ ലോകത്തിലും മനുഷ്യന് ആഗ്രഹമുണ്ട്. മീരാബായിയുടെ കവിതകളിലൊക്കെ അവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ശ്രീകൃഷ്ണനെ കാണണം, അതായിരുന്നു അവരുടെ വലിയൊരു ആഗ്രഹം. യേശുദാസിനൊരു ആഗ്രഹമുണ്ട്, ഗുരുവായൂരിൽ പാടി അമ്പലനട തുറക്കണം. അങ്ങനെയൊക്കെ പാടുന്ന പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ ചെന്ന് പാടണം. സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നുണ്ട്, സ്വർഗത്തിലും എനിക്ക് നിന്നെ ആഗ്രഹിക്കുന്നത്, നിന്നെ നിന്ന് കാണണം, ദൈവത്തെ കാണണം. അപ്പോൾ ദൈവത്തെ കാണുക, ദൈവസാന്നിധ്യം അറിയുക, ഇങ്ങനെ 100 ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ട്. പിന്നെ ഭൗതിക ആഗ്രഹങ്ങളൊക്കെ മനുഷ്യനുണ്ട്. പക്ഷെ അനസിൻ്റെ ആഗ്രഹം ലോകത്തൊരു മനുഷ്യനെ ആഗ്രഹിക്കാത്ത കാര്യമാണ്. അത് എന്താണെന്ന് ഞാൻ ഒരു ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടാട്ടെ. അനുസൃതങ്ങൾ പറയാൻ ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ കാട്ടോ ഒന്ന് കാണണമെന്ന്, റസൂലുള്ളാഹിന്റെ മൂത്രം ഒന്ന് കാണണമെന്ന്. അനസ് റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് റസൂലുള്ളാഹിന്റെ മൂത്രം ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. നബിയുടെ മൂത്രവും കാഷ്ടം അസാധാരണ വ്യക്തിയാണല്ലോ നബി, സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മനഘോരം കഴിഞ്ഞ് നബി തങ്ങൾ അങ്ങ് എഴുന്നേറ്റ് പോയപ്പോ ഞാൻ റസൂലുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ, റസൂലുള്ള മൂത്രിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ. ഭൂമി 2 കഷ്ടമായി പിളർന്നു. അവിടെ നബി തങ്ങളുടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി. സുലൈമ ബീവി പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ വിയർപ്പെടുത്തു കൊണ്ടുപോയി ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ നടക്കുകയാണ്. കുഞ്ഞുമക്കൾക്ക് വയറുവേദന വന്നാൽ അങ്ങയുടെ വിയർപ്പ് കൊണ്ടുപോയി പച്ചവെള്ളത്തിൽ കലക്കി കുടിക്കാൻ. ഐഷ ബീവിയുടെ ഖദ്ദാമയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ഖദ്ദാമ എന്ന് പറഞ്ഞ സിനിമയല്ല പറയുന്നത്, ഖദ്ദാമ. രാത്രി മൂത്രമൊഴിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു. അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കുടിച്ചത്. വയറുവേദന നിന്നുപോയി. പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത്കാക്കപ്പെട്ടു. അനസിൻ്റെ അടങ്ങാത്ത ആഗ്രഹം മുഹമ്മദിൻ്റെ വിസർജ്യ വസ്തുക്കൾ, മലവും മൂത്രമൊക്കെ ഒന്ന് കാണണം. ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അനസ് ചെല്ലുമ്പോഴേക്കും മുഹമ്മദ് ഈ കാര്യം സാധിച്ചു കഴിയുമ്പോൾ ആ വഴിക്ക് ഓടും. അപ്പം മുഹമ്മദിന് ഇങ്ങനൊരു മലവിസർജനത്തിനോ മൂത്രവിസർജനത്തിനോ ആശങ്ക വരുമ്പോഴേക്ക്, അതിൻ്റെ ആശങ്ക വരുമ്പോൾ ഓടുന്ന ഒരാളിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അതിനേക്കാൾ വേഗത്തിൽ അനസ് പുറകെ പോകും. പക്ഷേ എന്തു ചെയ്യുക, നിർഭാഗ്യവാനായ അനസിന് അങ്ങനെ അത് കാണാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം മുഹമ്മദ് അങ്ങോട്ട് വിസർജിച്ച് കഴിയുകയും ഭൂമി വാ തുറന്ന് ഇതങ്ങ് കൊണ്ടുപോകും. അവിടെ എല്ലാം ഭയങ്കര പെർഫ്യൂമിൻ്റെ സുഗന്ധമായിരുന്നു എന്നാണ്.
ഒരു പ്രശ്നമില്ല. എന്നാൽ പിന്നെ ഇതൊക്കെ എന്തിനാണോ ഇങ്ങനെ കളഞ്ഞത്? ശേഖരിച്ച് വെച്ചുകൂടായിരുന്നു. ഇത്രയും പെർഫ്യൂമായിരുന്നെങ്കിൽ. ഏതായാലും രക്തം കുടിച്ചവന് രോഗശാന്തി, അനസിന് ഈ വിസർജ്യ വസ്തുക്കൾ കാണാനുള്ള അധമമായ ആഗ്രഹം, ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു ഇസ്ലാമിലെ ചില ശാസ്ത്രങ്ങൾ. അതിൽ സുനനു തിർമിദി പറയുന്ന അടുത്ത ഒരു ശാസ്ത്ര സത്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. അത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. അങ്ങോട്ട് വരും. ബുക്ക് നമ്പർ 71, ഹദീസ് നമ്പർ 1890. അബൂ ഹുറൈറയിൽ നിന്ന് റസൂൽ പറഞ്ഞു, നിങ്ങളിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ ഈച്ച വീണാൽ അതിനെ മുഴുവനായി ആ പാത്രത്തിലെ പാനീയത്തിൽ മുക്കിയതിന് ശേഷം അതിനെ പുറത്തേക്ക് എടുത്തു കളയട്ടെ. കാരണം അതിൻ്റെ ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ഔഷധമുണ്ട്. ഇത് മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ വളരെ ശക്തിയുക്തം പ്രസംഗിച്ച് ഈച്ചശാസ്ത്രം വിശദീകരിക്കാൻ നമ്മൾ കണ്ടതാണ്. ഏതായാലും അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലൊരു ശരിയുണ്ട്. അപ്പോൾ ഈച്ചയുടെ ഒരു ചിറകിൽ ഔഷധം, മറ്റേ ചിറകിൽ രോഗമാണ് ആദി. അല്ല, എൻ്റെ സംശയം, ഈച്ച ഇങ്ങനെ പറന്നു വരുന്ന വഴിക്ക് ചായക്കകത്ത് വീഴുന്നത് ഈ രോഗമുള്ള ചിറക് കുത്തി അല്ലെന്ന് കൂട്ടിക്കുമോ? ഔഷധമുള്ള ചിറക് കുത്തിയാൽ വീഴുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം മുക്കുന്നത് എന്തിനായിരിക്കും? രണ്ട് ഭാഗം കൂടെ ആയിരിക്കും. ഇനി തിരിച്ചാണെങ്കിൽ ഇതിലെത്തിരി ശരിയുണ്ട്. ലോകത്തൊരു ശാസ്ത്രം ഇതുവരെ ഈച്ചയുടെ ചിറകിൽ രോഗശാന്തിയും അതിനുള്ള ഔഷധവും അപ്പുറത്ത് രോഗമുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടേ ഇല്ല. വെറുതെ തള്ളലാണ്. ഈച്ച എന്നല്ല, സകല ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യന് ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള രോഗത്തെ ശമിപ്പിക്കാനുള്ള വാക്സിനുകളൊക്കെ കണ്ടേക്കാം. ഇല്ലെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ഔഷധമാണ് എന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്താണ്. ഇദ്ദേഹത്തിന് ചായക്കകത്ത് ഈച്ച ഇട്ട് കുടിക്കണമെന്ന് തോന്നിയ ആ തോന്നൽ നിമിത്തം കണ്ടു നിന്ന് ആരെങ്കിലും ചോദിച്ചു കാണും, റസൂലേ ഇതെന്തോ പണിയാണ്? അന്നേരം പറഞ്ഞു, ഇതിങ്ങനെ ഇട്ട് കുടിച്ചാൽ അതിൽ രോഗമുണ്ട്, ഇപ്പുറത്ത് ഔഷധമുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നുണ്ട്, ഈച്ച മോഹൻലാൽ നടക്കുന്ന പോലാണോ നടക്കുന്നത്? ഒരു സൈഡേ ഇങ്ങനെ വെച്ച് ഈച്ച ഇങ്ങനെ പറന്നാണോ വീഴുന്നത്? ഇതൊക്കെ എന്തൊരു കോമഡിയാണ്. നിങ്ങൾ എന്താണാവോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത്? നമുക്കിവരെ ഇതൊന്നും പിന്തിരിപ്പിക്കാൻ പറ്റിയില്ല. കാരണം ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ അതിലൊരു സത്യമുണ്ട്. വിവരക്കേടാണെങ്കിലും പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ അതിലെന്തോ ശരിയുണ്ട് എന്നുള്ളതാണ്. അക്ബർ സാഹിബ് ആഴക്കടൽ ഇരുട്ടിൽ നിന്ന് കയറി വന്ന ശേഷം നമ്മോട് പറഞ്ഞു തന്ന കാര്യം. അങ്ങനെ ലക്ഷദ്വീപ് ബ്രാൻഡഡ് നബീദ് എന്ന കള്ളുമൊക്കെ കുടിച്ച് അക്ബർ സാഹിബ് പറഞ്ഞാണോ ഇല്ലയോ നമുക്കറിയിഞ്ഞുകൂടാ. ഏതായാലും ഇത്തരം കോമഡികൾ സമ്പൂർണ്ണമായുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഹദീസുകളിലുണ്ട്. ഇനി ഫത്ഫുൽ മുയീൻ എന്ന മറ്റൊരു കൃതിയുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ്. അതിലെ കൂടി ഒരു ശാസ്ത്ര സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. ഫത്ഫുൽ മുയീൻ ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കൃതിയാണ്. അപ്പോൾ ഈ ഫത്ഫുൽ മുയീനി പറയുന്ന ആ ശാസ്ത്ര സത്യം കേട്ടുള്ളൂ. ഷൈഖുന പറഞ്ഞ മറ്റൊരു കാര്യം, ഫത്ഫുൽ മുയീൻ ആശയ സംഗ്രഹം, പേജ് 78, ഇബാദത്ത്, മനുഷ്യപ്പട്ടി എന്നതിൻ്റെ ഹെഡിങ്. ഷൈഖുന പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു നായയോ പന്നിയോ മനുഷ്യ സ്ത്രീയെ പ്രാപിക്കുകയും അതിന് ഫലമായി ആ സ്ത്രീ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്താൽ ആ കുട്ടി നജസ്സായിരിക്കും. മനസ്സിലാക്കിയോ? അപ്പോൾ ഒരു സ്ത്രീയെ ഒരു നായ അല്ലെങ്കിൽ ഒരു പന്നി വന്നിട്ട് അവരോട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്. പറയുന്നത് അള്ളാഹുവിൻ്റെ ആൾക്കാരാണെങ്കിൽ പിന്നെ അതിലൊരു സത്യമുണ്ടെന്ന് അങ്ങ് വിശ്വസിച്ചാൽ മതി. ഏതായാലും ഇങ്ങനെ വരുന്ന ഈ കുട്ടിയെ നജസായിരിക്കും. അതോടൊപ്പം നിസ്കാരം പോലുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാനൊരു ബാധ്യസ്ഥനാണ്. അനിവാര്യത പരിഗണിച്ച് മാപ്പ് നൽകപ്പെടുന്നതിനാൽ ആവശ്യമായി വരുമ്പോൾ അവനെ സ്പർശിക്കാവുന്നതാണ്. ജമാഅത്തിനും മറ്റുമായി നനവില്ലാതെ അവന് പള്ളിയിൽ പ്രവേശിക്കാം. നിസ്കാരത്തിന് ഇമാമാവുകയും ചെയ്യാം. നമ്മൾ ഇമാം എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് മനുഷ്യരാണെന്നാണ്. അതായത് മനുഷ്യരിൽ നിന്ന് ജനിച്ച ആളാണെന്നാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നു എന്താണിത്.
ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം. ഇനി വല്ല അർത്ഥമൊക്കെ വേറെ കാണും. അത്ര അർത്ഥം ചോദിക്കേണ്ടത് ബാലുശ്ശേരിയോടൊക്കെയാണ്. കാരണം ഈ ബാലുശ്ശേരി ഇതൊക്കെ വെളുപ്പിക്കുന്നതിൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞത്, ഈ സൗത്ത് എന്ന തോട്ടത്തിൽ വെച്ച് ഒരു സ്ത്രീയെ തൻ്റെ അരികിലേക്ക് മുഹമ്മദ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരികയാണ്. നീ നിൻ്റെ ശരീരം ദാനം ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹം ആ സ്ത്രീയോട് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഒരു അങ്ങാടിപ്പയ്യന് ഒരു സ്ത്രീ ശരീരം സമർപ്പിക്കുമോ? വലിയ വിവാദമാണ് ഞങ്ങൾ സംസാരിച്ച്. അപ്പം അദ്ദേഹം പറയുകയാണ്, അനിൽക്കുടത്തോട് ഉദ്ദേശം പോലെ അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പം നമ്മൾ ചോദിച്ചു, ഈ ഭാര്യയ്ക്ക് അറിയില്ലേ വരുന്ന ഭർത്താവാണെന്ന്? അവർ ഇങ്ങോട്ട് ഇസ്ലാം ആയതേ ഉള്ളൂ. ആയപ്പം സമയത്തിനൊക്കെ കാരണം കൊണ്ട് അപ്പൻ കല്യാണം കഴിച്ചു കൊടുത്തു. ഈ പെണ്ണിനോട് ചോദിച്ചില്ല. അല്ല, പെണ്ണിനോട് ചോദിക്കണ്ട, ഈ കല്യാണത്തിനൊരു ചടങ്ങ് എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ പെണ്ണ് കണ്ടില്ലേ, അത് പിന്നെ ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂലാകുമ്പോൾ അതിൽ ശരി കാണുമല്ലോ. അതാ അതിൻ്റെ ഉത്തരം. ഏതായാലും അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യമുണ്ട്. അപ്പോൾ ഈ പെണ്ണിനോട് പറഞ്ഞു, നീ നിൻ്റെ ശരീരം സമർപ്പിക്കുക. അവൾ പറഞ്ഞൊരു രാജകുമാരി തെരുവ് തണ്ടിക്ക് അങ്ങനെ ശരീരം സമർപ്പിക്കുന്ന പതിവില്ല. അത് റസൂലിനെ ആകെ നാണക്കേടായി. രണ്ടാം ഘട്ടം പറഞ്ഞു, ഈ കൈ ചുമലിലേക്ക് വെക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഉദരയ്ക്കരുത്, ഞാൻ ദൈവത്തിൽ ആശ്രയപ്പെടുന്നു, അള്ളാഹുവിൽ ശരണം പ്രാപിക്കുന്നു. അടമനസ്സിൽ നടക്കൂല എന്ന് കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു, നിശ്ചയമായിട്ടും നീ അഭയം തേടേണ്ടടുത്ത് തന്നെ അഭയം തേടിയേ. പിന്നെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു പറഞ്ഞു വിട്ടു. ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നു, ലോകചരിത്രത്തിൽ ഒരു പ്രവാചകനും ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് ഇത്തരം വാക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹനം ഭയങ്കരമാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അനിൽക്കുടത്തോട്ടം പറയുന്ന പോലല്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലല്ല, അവർ പറയുന്ന പോലാണെന്നാണ്. നമ്മൾ പറയുന്നത് ഹദീസുകളിലുള്ള കാര്യം അതുപോലെ പറയുക, വ്യാഖ്യാനമില്ല. അദ്ദേഹം പറയാണ്, റസൂലുള്ള അദ്ദേഹത്തെ അവളെ തൗഹീദ് പഠിപ്പിക്കുകയായിരുന്നു. ഞാനെൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങൾ കണ്ടതാണ്. തൗഹീദ് പഠിപ്പിക്കുക എന്ന ഏക സത്യദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തോട്ടത്തിൽ പുലി ഇത്ര വിഷമിച്ച് തന്നത്. ഇങ്ങനെയുള്ള കോമഡിയാണ് എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യപ്പട്ടി വിവാദത്തിലും ഇദ്ദേഹത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യാഖ്യാനം കാണും. അപ്പോൾ ഞാനിതുവരെ കേട്ടിട്ടില്ല ഒരു സ്ത്രീയിൽ പന്നിയുടെയോ അല്ലെങ്കിൽ പട്ടിയുടെയോ ബീജം പ്രവേശിച്ച് ഒരു പുരുഷനായി മാറും, ഒരു മനുഷ്യനായി മാറുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ മാറി അവർക്ക് ഇമാമാകാം, ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അള്ളാഹു കാരുണ്യവാനാണല്ലോ. ഇപ്പോൾ കുട്ടി പന്നിയുടെ ആണെങ്കിലും പട്ടിയുടെ ആണെങ്കിലും അത് പ്രശ്നമില്ല. കാരണം തൻ്റേതല്ലാത്ത കുറ്റത്താൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ സന്ദർഭത്തിൽ ഉണ്ടായി വന്ന കുട്ടി അവനെ ഇമാമാക്കി മാറ്റാൻ വരെയുള്ള ഓപ്ഷൻ കൊടുത്തൊരു മഹാകരുണാവാരിധിയാണ് അള്ളാഹു. ഏതായാലും എൻ്റെ ബഹുമാനപ്പെട്ട മദ്രസ ഉൽപ്പന്നങ്ങളെ നിങ്ങൾ വെറുതെ ഇറങ്ങി പണി വാങ്ങി ഒരു പരുവത്തിലായി എന്ന് എനിക്കറിയാം. സംവാദമൊക്കെ ഏതാണ്ട് അപ്രസക്തമായി, തീരെ അപ്രസക്തമായി എന്നല്ല. ശ്രീ ഹാരിസ് മദനി താല്പര്യമെടുത്തിട്ടുണ്ട് ഒരു സംവാദത്തിന്. ഞങ്ങൾക്കിടയിൽ ഷെരീഫ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം സംവാദത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഒരു ഓപ്പൺ സ്റ്റേജിലെ സംവാദത്തിനുള്ളൂ എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് സന്നദ്ധനാണെന്നും അറിയിക്കുന്നു. മുജാഹിദ് വാലിശ്ശേരിയെപ്പോലെയല്ല, വാക്കിന് വിലയുണ്ടെങ്കിൽ ഹാരിസ് മദനി സംവാദത്തിന് വരട്ടെ. ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് ഒത്തിരിക്കുന്ന വിഷയം ഏക ദൈവവിശ്വാസം, ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും. അദ്ദേഹത്തിന് വരാം, ചർച്ചയുടെ ഭാഗമാകാം. താമസം വിന അതുണ്ടാകും. അവർ തന്നെ നിർബന്ധിക്കുന്നത് ഏപ്രിൽ അവർക്ക് നോയമ്പായതുകൊണ്ട് ഈ മാസം തന്നെ അത് നടത്തണം. ഞാൻ സർവാത്മന വില്ലിംഗ് ആയിട്ടുണ്ട്. അത് നടത്താൻ വേണ്ട സ്ഥലം എയർ കണ്ടീഷൻഡായ ഒരു ഓഡിറ്റോറിയം എൻ്റെ എക്സ്പെൻസിൽ ഞാൻ കണ്ടെത്തിക്കൊള്ളാം. നിങ്ങൾക്ക് വീഡിയോ പിടിക്കാം, ഒരു തടസ്സവും അതിലില്ല. ഇരുകൂട്ടർക്കും സ്വീകാര്യരായ മോഡറേറ്റേഴ്സിനെ കൊണ്ടുവരാം. പബ്ലിക്കിനെ പരമാവധി കുറച്ചുകൊണ്ട് അത്തരമൊരു സംവാദം, സ്നേഹ സംവാദം അത് നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല അവിടുത്തെ സംഭാഷണങ്ങൾ. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സഹോദരന്മാരോട് യാതൊരുവിധ വിരോധവും എനിക്കില്ല, വൈരാഗ്യമില്ല. ഞാനെപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, നിങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു. മുഹമ്മദും ഖുർആനും ഹദീസുകളും നിങ്ങളെ മാനവികത ചോർത്തി, ശാസ്ത്രാവബോധം ചോർത്തിക്കളഞ്ഞ് അവരെ മത വിശ്വാസികളോടുള്ള അനാദരവും വെറുപ്പും ഹൃദയത്തിൽ തന്ന് അവരെ കൊല്ലാൻ, കാടുനിരത്ത് ഉപദ്രവിക്കാനുമൊക്കെ ആയത്തുകൾ ഇറക്കി, അതുപോലെ സ്ത്രീജനത്തിന് കിട്ടേണ്ട ബഹുമാനങ്ങൾ കളഞ്ഞ് തികച്ചും സദാചാര വിരുദ്ധമായ പാതയിലൂടെ സഞ്ചരിക്കുകയും അതിനുവേണ്ടി ആത്മാഹുതി ചെയ്യാൻ പോലും പ്രേരിപ്പിക്കുന്ന ഏറ്റവും നരകതുല്യമായ ഒരു ജീവിതം ഇഹത്തിലും പരത്തിലും സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ഒരു മതബോധത്തെ നിങ്ങൾ പുൽകുന്നതിലെ ആശങ്ക ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ പങ്കുവയ്ക്കാൻ ബാധ്യസ്ഥനായിത്തീരുന്നത് ഈ മതവും ഇതിലെ വിശ്വാസവും ഈ രൂപത്തിലുള്ളതായിരുന്നു എന്ന് ഞങ്ങൾ പഠിച്ചതും ഗ്രഹിച്ചതും ഒക്കെ നിങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അതിന്
കാരണമായി തീർന്ന വസ്തുത അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ അകാരണമായി ഇറങ്ങി വന്ന് നടത്തിയ സംവാദങ്ങളായിരുന്നു. ആ സംവാദത്തിൽ കൃത്യമായി ബൈബിളിനെ, യേശുക്രിസ്തുവിനെ, അതുപോലെ തന്നെ അപ്പോസ്തലന്മാരെ ഒക്കെ ഉദ്ധരിച്ച് വ്യാജമായി വ്യാഖ്യാനിച്ച് പരിഹസിക്കുന്ന ഭാഷയിൽ അത് അവതരിപ്പിച്ച ഘട്ടത്തിൽ ഞങ്ങൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായി. ഒപ്പം ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് അക്ബർ സാഹിബും കൂട്ടരും ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച വസ്തുതകൾ അങ്ങേറ്റം മലീമസമായ ചിന്തകളായിരുന്നു എന്ന ഒരു വസ്തുത മാത്രം തുറന്നു കാണിക്കുകയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ആ ഒരർത്ഥത്തിലേ എടുക്കാവൂ എന്നുകൂടിയുള്ള അപേക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.